സിൽവർ ETF പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 6% മുതൽ 6.5% വരെയുള്ള ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സിൽവർ ETFകൾക്ക് ആദ്യമേ സാധിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ സിൽവർ പ്രൈസ് പരിശോധിക്കുകയാണെങ്കിലും MCX ഫ്യൂച്ചേഴ്സ് പരിശോധിക്കുമ്പോൾ മാർച്ചിൽ പെർ കിലോഗ്രാമിന് 3,79,400 എന്ന് പറഞ്ഞൊരു നിരക്ക്, മെയ്യിലേക്ക് കടക്കുകയാണെങ്കിൽ 3,90,50,000, ജൂലൈ മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ 4,11,451 രൂപ പെർ കിലോഗ്രാംസ് എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് നിലവിലിപ്പോൾ MCX ഫ്യൂച്ചേഴ്സിൽ നിലവിലിപ്പോൾ സിൽവറിന്റെ പ്രൈസ് ഉയർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ പോലും ഏകദേശം 4% മുതൽ 7% വരെയുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ETF പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ആദിത്യ ബിർള ETF, മോത്തിലാൽ ഓസ്വാൾ സിൽവർ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ സിൽവർ ETFകളും, ആക്സിസ് സെക്യൂരിറ്റീസ് സിൽവർ ETF, നിപ്പോൺ സിൽവർ ബീസ്, ഗ്രോയുടെയും സിൽവർ ETFകളൊക്കെ തന്നെയാണ് മികച്ച പെർഫോമൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സിൽവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഡിമാൻഡിൽ ആദ്യമേ ഒരു വർധനവുണ്ടാകുന്നതും സിൽവർ പ്രൈസിൽ പരിശോധിക്കുകയാണെങ്കിൽ പ്രൈസിൽ ഇപ്പോഴും ഒരു റൈസിംഗ് ട്രെൻഡ് തന്നെ നിലനിൽക്കുന്നതും വളരെ പോസിറ്റീവാണ്. അത് നോർമലി പരിശോധിക്കുകയാണെങ്കിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വളരെ ഉയർന്നിട്ട് ഇതുപോലെ പോകുന്ന ഒരു സാഹചര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് പൊതുവെ നോർമലി ഉള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ സിൽവർ കൈവരിച്ചിരിക്കുന്ന ഒരു പുതിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പുതിയ ഒരു ഇൻഡസ്ട്രിയൽ മേഖലകൾക്കായാലും ഒക്കെ തന്നെ നൽകി വരുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്, ആ ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലാണ് സിൽവർ എന്നുള്ള നിലയിലും ഗോൾഡിന് ശേഷമുള്ള രണ്ടാമത്തെ സേഫ് അസറ്റ് എന്നുള്ള നിലയിലും ഒക്കെ തന്നെ സിൽവറിന് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം നിലവിലിപ്പോൾ ലഭിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിലവിലിപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു നോർമൽ കോറിലേഷനും നോർമൽ തിയറിയും നിലവിലിപ്പോൾ സിൽവറിൻ്റെ കാര്യത്തിൽ വർക്കൗട്ട് ആകാത്തത്. പ്രൈസ് ഉയർന്നു പോകുമ്പോഴും ഡിമാൻഡും അതിനനുസരിച്ച് ഉയരുന്ന ഒരു കാഴ്ചയാണ് തന്നെയാണുള്ളത്. കൂടാതെ ഇപ്പോഴും സിൽവറിൻ്റെ ഒരു സപ്ലൈ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ഡെഫിസിറ്റ് നിലനിൽക്കുന്നു എന്നതുമൊക്കെ തന്നെ സ്ട്രക്ചറലി പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും മുൻപോട്ടേക്ക് ഉള്ള വളർച്ചാ സാധ്യത സിൽവറിനെ സംബന്ധിച്ചിടത്തോളം നൽകുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.